വിചാരിച്ചിട്ടാണേ, അല്ലാതെ പ്രമോഷനൊന്നുമല്ല. നമുക്ക് എന്തോന്ന് പ്രമോഷൻ, നമ്മളൊരു ബ്യൂട്ടി ബ്ലോഗറൊന്നും അല്ല. ഹലോ, നമസ്കാരം, എല്ലാവർക്കും നെമിത്രിയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു കുഞ്ഞു വീഡിയോയാണ്. കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിർത്തിക്കോളാം കേട്ടോ, ക്ഷമിക്കണം. ഞാനിങ്ങനെ സംസാരിക്കുന്ന വീഡിയോകൾ വരുമ്പോഴത്തേക്കും അധികം പേരൊന്നും കാണുന്നില്ല, ബോറടിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കളറൊക്കെ ചെയ്തിരുന്നില്ലേ, അതൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഉണ്ട്. എപ്പോഴും നമ്മൾ സുന്ദരികളായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. എന്താണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ് സൗന്ദര്യം വേണ്ടതെന്ന് പറയും. പിന്നെ എന്തിനായിരിക്കും മനുഷ്യൻ ഒരുങ്ങുന്നത്? മുഖസൗന്ദര്യം നമ്മൾ വരുത്താൻ നോക്കൂലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, ആണുങ്ങൾ എന്താണ് മുഖത്ത് സൗന്ദര്യം അധികമാണ്? എൻ്റെ വീട്ടിൽ ആണുങ്ങൾ ആരും ഒരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായിരിക്കും ചെയ്യാത്തത്? ആണുങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ബ്രോസ് ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അലർജിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഞാൻ വാങ്ങിയ ഒരു ഐറ്റം വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കുറച്ച് ദിവസമായി എനിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ല. അപ്പം ഞാൻ തോന്നി ചെയ്തു, ഉള്ളതുപോലെയൊക്കെ അങ്ങ് എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ മൊബൈൽ നോക്കിയപ്പോഴത്തേക്കും കോംബോ വല്ലതും കാണുന്നെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഐറ്റംസ് വല്ലതും ഉണ്ടെങ്കിലേ വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മുടെ മുഖത്താണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്രീം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ക്രീം ഇടുമായിരുന്നു, എൻ്റെ കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പെല്ലാം പോയെന്ന്. അപ്പോൾ ആ ക്രീം തീർന്നു. അപ്പോൾ ചേച്ചിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ അയക്കാം, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു, വരുമ്പോൾ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തോന്നും ക്രീം ഒന്നും ഇടില്ല. അവിടെ പോണ ദിവസം പൗഡർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം വയ്ക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഈ ചൂട് കൂടിയപ്പോൾ ചുവപ്പ് കുരുക്കളിങ്ങനെ വന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് കാജൽ, ഡാസ്ലറിൻ്റെ കാജലാണ്. കോംബോ ആയിരുന്നു. ഒരു കാജലുണ്ട്, പിന്നെ ഒരു ഡാസ്ലറിൻ്റെ തന്നെ മസ്കാരയുണ്ട്. ഞാൻ കോംബോ കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് കോംബോയിലാണ്. നമ്മളിപ്പോൾ ബ്യൂട്ടി വ്ളോഗർമാരൊന്നും അല്ലല്ലോ. പൈസ നോക്കിയിട്ട് നമുക്ക് അത്രയ്ക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അതുപോലെ എല്ലാം ഒന്നും നമ്മളെടുത്തില്ല. അപ്പോൾ ഡാസ്ലറിൻ്റെ തന്നെ ഒരു ഐബ്രോയും കൂടെയാണ് കണ്ടത്. 141 രൂപയായിരുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ യൂസ് ചെയ്ത് നോക്കി. പിന്നെ ഈ ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ, ഈ ഐബ്രോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നല്ല കറുപ്പാണ്. അപ്പോൾ നല്ല കറുപ്പ് വേണം. ഞാൻ ഈ രാത്രിയൊക്കെ ഇങ്ങനെ വരച്ചിട്ടിട്ട് ഇങ്ങനെ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചിടും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ കണ്ടു. ഈ കോംബോ നോക്കി വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഫേമസ് ആണ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട്. ഡാസ്ലറിൻ്റെ തന്നെ ലിപ് കളർ ആളുടെ ഒരു ദിവസം മൊത്തം നിൽക്കുന്ന നല്ല ഒരു ഇതാണ്. ഇപ്പോൾ ഫേമസ് ആണ്, എല്ലാവരും കണ്ടോണേ. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് മുന്നേ കുട്ടികളടുത്ത് ചോദിക്കും, മക്കളെ അത് വാങ്ങിക്കണമെന്നുണ്ട്. അവർ കൊള്ളാമെന്ന് പറയും. അപ്പോഴാണ് ഞാനത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതും വന്നു. ലിപ്സ്റ്റിക്ക്, എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് കേട്ടോ. അതാണ് നമ്മുടെ വന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ ഇതൊന്നും ഇങ്ങനെ വരച്ചിടുന്നേ ഉള്ളൂ. ഭയങ്കര കറുപ്പാണ്. നമുക്കത് രാത്രിയൊക്കെ വരച്ചിടാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഇത്രയും കറുപ്പൊന്നും വേണ്ട. രാത്രിയൊക്കെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ച് ഇടും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനോ വല്ലതും ഒക്കെ പോകുമ്പോഴേ വരയ്ക്കുള്ളൂ. ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് വരയ്ക്കണോ, അതിൻ്റേതായ കുറവുകൾ കണ്ടേക്കാം. ഓക്കെ. ബ്യൂട്ടി രംഗത്തൊക്കെ ഉള്ള ആൾക്കാർ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ചെയ്യുന്നൊരു വീഡിയോയൊന്നും അല്ല ഞാൻ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചേക്കുക കേട്ടോ. അതിന് അത്ര വലിയ വീഡിയോയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ കറക്റ്റ് അറിയാനും പറ്റത്തില്ല. ഞാനിങ്ങനെ അലമാരയുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ പോയി നിന്നിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അവിടെ പോയി നിൽക്കാതെ ഞാനിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടേ അതേ പറ്റുള്ളൂ. അപ്പം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൊരു ഇത് കണ്ടതാണേ. ഈ
ചില ആൾക്കാരെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളടുത്ത് നമ്മുടെ ജാതി ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ആവാറുണ്ട് അല്ലേ നമ്മളെ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഈ 2 ദിവസം മുന്നേറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്ക് അത് ഇങ്ങനെ ഓർമ്മ വന്നത്. നമ്മളുടെ അടുത്തൊക്കെ അങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യപ്പെടും കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞാൻ പറയും മനുഷ്യജാതിയാണെന്ന് പറയും, അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ കണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു 10 രൂപയുടെ ഒരു ആഡിലീയുടെ പൗഡർ ചേച്ചി വാങ്ങിച്ചൂടെ കൊണ്ടുവച്ചതാണ്. അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കാമേ, വെറുതെ ഞാനൊന്ന് ഇടുന്നു, അത്രയുള്ളേ. വെറുതെ ഇങ്ങനെ ഞാൻ ഇത്രയും ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒത്തിരി പൗഡർ ഇട്ടില്ലെങ്കിൽ എൻ്റെ മുഖത്ത് അതൊരു വേറെ ഒരു എന്താണ്, മുഖം വേറെ ഒരു രീതി ഇരിക്കും, അതുകൊണ്ടാണേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ജാതി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ എഴുതിയിരുന്നതാണ്. ആരോ ഇങ്ങനെ എല്ലാം സംസാരിച്ച് വന്നപ്പോൾ അവരോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായിപ്പോയി ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ആക്റ്റീവ് ആവാതിരുന്ന സമയത്ത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഒക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മിണ്ടാതിരിക്കും. ഇപ്പോൾ നമുക്കറിയാം അത് ചോദിക്കുന്നത് തെറ്റാണ്, അങ്ങനെ ചോദിക്കരുത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ? അപ്പം നമ്മൾ ചോദിക്കുമോ? ഇല്ല, ഞാൻ ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എങ്കിൽ അവരോടാണ് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് വരുന്നത് ആൾക്കാരുടെ മനസ്സിൽ? അത് ഞാനൊരു വീഡിയോ ആയി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇത് കാണിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങളോട് ചോദിക്കുന്നതാണ് കേട്ടോ. നിങ്ങളതൊരു ഇതായി ചെയ്യണം. ഞാൻ ഇവിടെയൊക്കെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ ഞാനിങ്ങനെ പൗഡർ ജസ്റ്റ് ഒന്നിങ്ങനെ പുരട്ടുന്നേ ഉള്ളൂ. വീട്ടിലിരിക്കുകയല്ലേ, ഒന്നും എങ്ങും പോകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുരട്ടി വയ്ക്കുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ കഴുത്തൊക്കെ ഉണ്ട്, കറുപ്പൊക്കെ കുറേ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് സോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഓക്കെ, അപ്പം ഞാനിനി ലിപ്സ്റ്റിക്ക് ചെയ്ത് നോക്കട്ടെ. അതാണ് എൻ്റെ നമ്മൾ ലൈനറൊന്നും ഇല്ലാതെ വരച്ച് വയ്ക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ മതി, നല്ല മണം കൊള്ളാം. അപ്പോൾ 150 രൂപയാണ്. പിന്നെ യൂസ് ചെയ്ത ആൾക്കാർ പറയുന്നതാണ് കുറേ നേരം നിൽക്കും എന്നാണ് പറഞ്ഞത്. ഒരുപാട് നേരം നിൽക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കോംബോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾ വാങ്ങി നോക്കണം. ഞാനിപ്പോൾ ഞാൻ എന്ത് ഇങ്ങനെ വാങ്ങിച്ചാലും പിന്നെ അങ്ങനെ ഓൺലൈനിൽ അധികം വാങ്ങലില്ല. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് കൂടിപ്പോയി വീഡിയോ, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഇനിയൊന്നും മേക്കപ്പ് ഒന്നുമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങളേത് ജാതിയാണ്, അല്ലെങ്കിൽ നിങ്ങളേത് പിന്നെ മതമാണ് എന്നൊക്കെ ചോദിക്കുന്നത് ബോറാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ നിന്ന് തന്നെ അത് പോവേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമാധാനപ്രിയരായ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ, ഭിന്നിപ്പുകൾ ഇല്ലാതാവട്ടെ എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഈ വീഡിയോ ഇനി അവസാനിക്കുകയാണ്. ഇത് തന്നെ കുറേ തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തള്ള എങ്കിൽ സോറി, ഞാൻ കൊള്ളാവോ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ? ഈ ലിപ്സ്റ്റിക്ക് കൊള്ളാവോ? സോറി, ഐബ്രോ ആയിരുന്നു. ഈ ലിപ്സ്റ്റിക്ക് കൊള്ളാമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾ വാങ്ങിക്കണം, തീർച്ചയായിട്ടും വാങ്ങിക്കണം. കൊള്ളാൻ നിങ്ങൾ വാങ്ങിക്കണമെന്നല്ല, കൊള്ളാം. ഞാൻ റിവ്യൂ തന്നതുപോലെ കണ്ടത് കൊണ്ടാണ് നിങ്ങൾ വാങ്ങിച്ചു നോക്കൂ. പിന്നെ ഈ കോംബോ ഈ ഡാസ്ലറിൻ്റെ അല്ലേ, വാങ്ങിച്ചു നോക്കൂ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം. ബീജ ഒരു കാര്യം മറന്നുപോയി. ഞാനാണെങ്കിൽ കണ്ണിലൊന്നും വീട്ടിലിരിക്കുമ്പോൾ വരയ്ക്കാറില്ല. വെറുതെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രമാണ് ഞാൻ വരയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വരച്ച് കാണിക്കാത്തത്. മസ്കാരയും അതെ.
മസ്കാരയും അതെ എവിടെയും പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ മധുരയെ വരയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പറ്റുന്നവരെല്ലാം ഇത് വാങ്ങിക്കണമെന്ന് പറയുന്നത് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണേ, അല്ലാതെ പ്രമോഷൻ ഒന്നുമല്ല. നമുക്ക് എന്തോന്ന് പ്രമോഷൻ, നമ്മളൊരു ബ്യൂട്ടി ബ്ലോഗറൊന്നും അല്ല, അങ്ങനെ ചെയ്യാനും താല്പര്യമില്ല. കാരണം നമ്മുടെ മേഖലയല്ല അതൊന്നും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി സ്നേഹം. ടാ.